നമസ്കാരം. എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേഷനുകളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പുതിയ റേഷൻ കാർഡിനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അതിനായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ CSC സെൻ്ററുകളിലോ സമീപിക്കാവുന്നതാണ്. പുതിയ റേഷൻ കാർഡ് അപേക്ഷിക്കുന്നതിനായി ആവശ്യമുള്ള കാര്യങ്ങൾ: റേഷൻ കാർഡ് ഉടമയുടെ ഫോട്ടോ, റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താനുള്ള അംഗങ്ങളുടെ ആധാർ, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, കാർഡ് ഉടമയുടെ ബാങ്ക് പാസ്ബുക്ക്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, LPG കൺസ്യൂമർ നമ്പർ, KCB കൺസ്യൂമർ നമ്പർ, റേഷൻ കടയുടെ നമ്പർ എന്നീ വിവരങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. റേഷൻ കാർഡ് സ്വന്തമായി ഇല്ലാത്തവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തതായി വോട്ടർ ID കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വോട്ടർ ID കാർഡിലെ തെറ്റ് തിരുത്താൻ ഇപ്പോൾ അവസരമുണ്ട്. പഴയ ID കാർഡ് പുതിയ രൂപത്തിലാക്കാനും പേര് മാറ്റാനും ഇനീഷ്യൽ ചേർക്കാനും ജനനത്തീയതി ഇല്ലാത്തവർക്ക് അത് ചേർക്കാനും അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്താനും ഇപ്പോൾ അവസരമുണ്ട്. നിലവിലുള്ള ഫോട്ടോ മാറ്റി HD ഫോട്ടോ ആക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അഡ്രസ്സിലുള്ള മാറ്റങ്ങൾ, ബൂത്ത്, മണ്ഡലം എന്നിവയിലുമുള്ള മാറ്റം എന്നിവ തിരുത്താനും ഈ അവസരം ഉപയോഗപ്പെടുത്താം. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനും അവസരമുണ്ട്. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് മിൽമ പാൽവില കൂട്ടും. പാൽവില കൂട്ടാൻ സർക്കാരിൻ്റെ അനുമതിയായി. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. പാൽവില വർദ്ധിപ്പിക്കാൻ മിൽമ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉടൻ തന്നെ പുതുക്കിയ വില നിലവിൽ വരുന്നതായിരിക്കും. അടുത്തതായി, രാജ്യത്തെ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ LPG സിലിണ്ടർ ബുക്കിംഗ് നിയമങ്ങളിൽ വൻ പരിഷ്കാരങ്ങൾ വരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിച്ച വിതരണ തടസ്സവും വിലക്കയറ്റവും കണക്കിലെടുത്ത് വിതരണ ശൃംഖല കാര്യക്ഷമമാക്കാനാണ് എണ്ണ കമ്പനികളുടെ നീക്കം. 2 ബുക്കിങ്ങുകൾക്കിടയിലുള്ള നിലവിലെ 25 ദിവസത്തെ ഇടവേളകളിൽ മാറ്റം വന്നേക്കാം. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസമായും ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമായും വർദ്ധിപ്പിക്കാനാണ് ആലോചന. കൂടാതെ വിതരണത്തിൽ സുതാര്യത വർദ്ധിപ്പിക്കാൻ OTP അല്ലെങ്കിൽ ഡെലിവറി ഓതൻറ്റിഫിക്കേഷൻ കോഡ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനം കൂടുതൽ കർശനമാക്കും. അതുപോലെ ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത eKYC നിർബന്ധമാക്കിയിട്ടുണ്ട്. PNG സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വാണിജ്യ ഗുണഭോക്താക്കൾ നിർബന്ധമായും അതിലേക്ക് മാറണമെന്നും അല്ലാത്ത പക്ഷം LPG വിതരണം നിർത്തലാക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഗാർഹിക സിലിണ്ടറിൻ്റെ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്നും ഓൺലൈൻ ബുക്കിംഗ് 98% വരെ ഉയർന്നെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.